അച്ചടക്ക ലംഘനം നടത്തിയ ഹരിയാനയിലെ 5 MLA മാർക്കെതിരെ കടുത്ത നടപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കടുത്ത നടപടി ഇതാദ്യമാണ് എന്ന് തന്നെ പറയാം. അതിരൂക്ഷമായ നടപടിയാണ് ഇപ്പോൾ ഹരിയാനയിലെ 5 MLA മാർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. 5 പേരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ മാസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തവർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നരേൻഗഡ്, സദൌര, രാത്തിയ, പുൻഹാന, ഹാത്തൻ എന്നീ മണ്ഡലങ്ങളിൽ നിന്നും യഥാക്രമം ശൈലി ചൗധരി, രേണുബാല, സർദാർ ജാർനെയിൽ സിംഗ്, മുഹമ്മദ് ഇലിയാസ്, മുഹമ്മദ് ഇസ്രയേൽ എന്നീ MLA മാരെ സസ്പെൻഡ് ചെയ്തതായി ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ റാവു നരേന്ദർ സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കടുത്ത നടപടി തന്നെയാണ് MLA മാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ ഇത്തരത്തിലൊരു കടുത്ത നടപടി വളരെ വിരളമാണ് എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഹരിയാനയിലെ MLA മാർക്കെതിരെ കടുത്ത നടപടി എടുത്തിരിക്കുന്നു. മാർച്ച് 16 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണച്ച സ്ഥാനാർത്ഥി സതീഷ് നന്ദലിനാണ് ഇവർ 5 പേരും ക്രോസ് വോട്ട് ചെയ്തത്. എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച MLA മാർക്ക് സസ്പെൻഷൻ നൽകാൻ കോൺഗ്രസിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് നടപടി ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ധർമ്മപാൽ മാലിക് ചെയർമാനായ കമ്മിറ്റി MLA മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരുന്നു നടപടി. കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ച ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റാവു നരേന്ദ്ര സിംഗ് ഇത് പാർട്ടി നേതൃത്വത്തിന് അയക്കുകയും ചെയ്തു. ശൈലി ചൗധരി, രേണുബാല, ജാർനെയിൽ സിംഗ് എന്നിവർ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി. എന്നാൽ മറ്റ് 2 പേരും ഇതിനോട് പ്രതികരിച്ചില്ല. താൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്നാണ് ശൈലി ചൗധരി പറയുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം രേണുബാലയും സമാനമായ കാര്യമാണ് പറയുന്നത്. തന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ് ഉണ്ടായത് എന്നും രേണുബാല പറയുന്നു. എന്തായാലും കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു.